ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 15-ാം ഞായറിലേക്ക് എത്തുമ്പോൾ വായനകളിൽ എല്ലാം പ്രത്യേക ദൗത്യങ്ങളുമായി ദൈവം ആളുകളെ തിരഞ്ഞെടുക്കുന്നതും അയക്കുന്നതും കാണാം. ഒന്നാം വായനയിൽ ആട്ടിടയനായിരുന്ന സിക്കമൂർ മരം വെട്ടി ഒരുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആമോസിനെ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നതിനായി കർത്താവ് തിരഞ്ഞെടുത്ത് അയക്കുന്നു. ഈ ദൗത്യം നിർവഹിക്കുവാൻ ആമോസ് പ്രവാചകൻ യാത്രയാകുന്നത് ഒറ്റയ്ക്കാണ്. ആമോസ് പ്രവാചകൻ മാത്രമല്ല, പഴയ നിയമത്തിൽ ഏറെക്കുറെ എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നത് ഒറ്റയ്ക്കാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുനാഥൻ താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ 2 പേരായിട്ടാണ് അയക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നും പുതിയതിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു മാറ്റം പ്രകടമാണ്. എന്തുകൊണ്ടായിരിക്കും താൻ തിരഞ്ഞെടുത്ത 12 പേരെ യേശു 2 പേരായി അയക്കുന്നത്? കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തുക എന്നതായിരുന്നു ഉദ്ദേശമെങ്കിൽ 12 പേരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് 12 ഇടങ്ങളിലേക്ക് അയക്കാമായിരുന്നു. കൂടുതൽ സ്ഥലങ്ങൾ അങ്ങനെ പിന്നിടാമായിരുന്നല്ലോ. അഥവാ അംഗബലം കൂട്ടാനായിരുന്നു ഉദ്ദേശമെങ്കിൽ കൂടുതൽ പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി അയക്കാമായിരുന്നു. 12 പേർ ആകെയുള്ളപ്പോൾ 6 പേരടങ്ങുന്ന 2 ഗ്രൂപ്പുകൾക്കായിരിക്കും ഏറ്റവും മുൻഗണന ലഭിക്കുക. പിന്നിടേണ്ട സ്ഥലങ്ങളും ഉണ്ടാവേണ്ട ആൾബലവും ഒരുപോലെ മാനിച്ചാൽ 4 പേർ അടങ്ങുന്ന 3 ഗ്രൂപ്പും 3 പേർ അടങ്ങുന്ന 4 ഗ്രൂപ്പും പരിഗണിക്കപ്പെടേണ്ട സാധ്യതകൾ തന്നെയാണ്. എന്നിട്ടും 2 പേരായി അയച്ചത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നാം ഇവിടെ. ആദ്യമായി നാം പരിഗണിക്കുക സഭാപ്രസംഗകന്റെ പുസ്തകം 4-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളാണ്. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. ഒറ്റക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവൻ്റെ കാര്യം കഷ്ടമാണ്. സഭാപ്രസംഗകൻ 4-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ പുറപ്പെടുന്നവരെ കാത്തിരിക്കുന്നത് സുഖസൗകര്യങ്ങളല്ല, പീഡനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം താങ്ങേണ്ടത് ആവശ്യമാണ്. 2 പേർ പോകുമ്പോൾ പരസ്പരം സഹായിക്കാനാകും. 2-ൽ കൂടുതലായാൽ കുറച്ചുപേർ യോജിക്കുകയും ശേഷിക്കുന്നവർ ഒറ്റപ്പെടുകയും ചെയ്തേക്കാം. കൂടാതെ ഒരാൾ വചനം പ്രഘോഷിക്കുമ്പോൾ അപരന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കും. അങ്ങനെ വചനം പറയുന്ന പോലെ ഒരാളേക്കാൾ മെച്ചമാണ് 2 പേർ. രണ്ടാമതായി നാം കാണുന്ന വചനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യമാണ്. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ വാഗ്ദാനമാണിത്. എപ്പോഴൊക്കെയാണോ കുറച്ചുപേർ ദൈവനാമത്തിൽ ഒത്തുചേരുന്നത് അപ്പോഴൊക്കെ അവിടുന്ന് അവരുടെ കൂടെ ഉണ്ടായിരിക്കും എന്നത്. അതുകൊണ്ട് വചനപ്രഘോഷണ ദൗത്യവുമായി കടന്നു ചെല്ലുമ്പോൾ 1-ൽ കൂടുതൽ ആളുകൾ ഒരുമിച്ചായിരിക്കുക എന്നത് ഏറെ അഭികാമ്യമാണ്. മൂന്നാമതായി നാം തിരഞ്ഞെടുക്കുന്ന വചനം ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യമാണ്. അതൊരു ചോദ്യമാണ്. ആലോചിച്ചുറയ്ക്കാതെ 2 പേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ? 2 പേർ ഒരുമിച്ച് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി പോകുമ്പോൾ അവർ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം കൂടിയാലോചിച്ച് വ്യക്തമായ ഒരു ധാരണയും ബോധ്യവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരുമിച്ച് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. പരസ്പരം ആലോചിച്ചുറക്കാതെ 2 പേർക്ക് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഒരിക്കലും സാധിക്കില്ല. 4-മതായി ഞാൻ പറയുന്ന വചനം യഹൂദരുടെ പൊതുധാരണയെ ആസ്പദമാക്കിയുള്ളതാണ്. നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം. തെറ്റിൻ്റെയോ കുറ്റത്തിൻ്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ, 2-3 സാക്ഷികളുടെ മൊഴി വേണം. യഹൂദരുടെ ഇടയിൽ ഒരു കാര്യം സത്യമാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ 2 അതിലധികമോ ആളുകളുടെ സാക്ഷ്യം ആവശ്യമാണ്. ഒരാൾ പോയി ഒരു കാര്യം പറയുന്നതിലേറെ സ്വീകാര്യത 2 പേരും പോയി പറയുന്നതിന് ലഭിക്കും. അതായിരുന്നു യഹൂദരുടെ സാമൂഹികമായ ചുറ്റുപാട്. ഇതിനോട് ചേർത്ത് വെക്കാവുന്നൊരു വചനമുണ്ട്. 2 കൊറിന്തോസ് 13:1. അവിടെ നാം കാണുന്നു, 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന്. ഇപ്പോൾ നമ്മൾ പരിഗണിച്ച
ഈ വചനങ്ങളൊക്കെയും ആവശ്യപ്പെടുന്നത് രണ്ടോ അതിലധികമോ ആളുകളുടെ സാന്നിധ്യമാണ്. കുറഞ്ഞ പക്ഷം രണ്ടുപേരെങ്കിലും ഇല്ലാതെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പരിഹരിക്കുക സാധ്യമല്ല. എന്നാൽ രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലോ ദൗത്യവുമായി ചെല്ലേണ്ട ഇടങ്ങളുടെ എണ്ണം പരിമിതപ്പെടും. ആയതിനാൽ രണ്ടുപേരുടെ കൂട്ടമായി അയക്കപ്പെടുന്നതാവും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വചനം എത്തിക്കാനും അത് ഫലപ്രദമാകാനും സഹായിക്കുന്നത്. വചനപ്രഘോഷണം എന്നത് ഒരാൾ ഒറ്റയ്ക്ക് കൊടുമുടി കീഴടക്കുന്നതല്ല, അത് കൂട്ടായ ഒരു ശുശ്രൂഷയാണ്. അവിടെ മാത്സര്യങ്ങളില്ല. ക്രിസ്ത്യാനികളായ നമ്മൾ ദൈവിക ശുശ്രൂഷ നിർവഹിക്കേണ്ടത് ഒറ്റയ്ക്ക് തുരുത്തുകളായി നിന്നുകൊണ്ടല്ല, തുരുത്തുകളാവാതെ പരസ്പരം കരുത്തേകുന്നവരാകണം നമ്മൾ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് ഒറ്റത്തുരുത്താകാതെ ചേർന്ന് നിന്ന് നമുക്ക് വൻകരകളാകാം. നമ്മുടെ ദൈവിക ശുശ്രൂഷകളിൽ ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി ഉണ്ടാകട്ടെ.